ഈശോയോടൊപ്പം. തിരുവസ്തുനായ ഈശോയെ, നോമ്പിന്റെ 5-ാം ദിവസമായി ഇന്ന് ഈ ദൈവിക ആരാധന മുഴുവനും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ നോമ്പിന്റെ 5-ാം ദിനമായി ഇന്ന് ഈ ദിനം ഈശോയോടൊപ്പം എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഒരു വ്യക്തിയെയും ആത്മീയവും ശാരീരികവും മാനസികവും ഭൗതികവുമായ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നല്ല ദൈവമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, ഈശോ നമ്മുടെ കുടുംബത്തിലേക്ക് ഈ സമയം കടന്നു വരാൻ ഒരേ ആഗ്രഹത്തോടെ നിശുദ്ധമായി നമുക്ക് ആരാധനയെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. തിരുവസ്തുനായ ഈശോയെ, ഈ 5 ദിനമായി ഇന്ന് ആരാധനയെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-40 വചനത്തിന്റെ അഭിഷേകം ഞങ്ങളെ വെളിപ്പെടാൻ വേണ്ടിയാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: ആ ദിവസങ്ങളിൽ മറിയ യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. ഈശോയെ, പരിശുദ്ധ മറിയത്തിന്റെ തിടുക്കത്തിലുള്ള യാത്ര അത് എലിസബത്തിനെ സന്ദർശിക്കാനും എലിസബത്തിനെ ശുശ്രൂഷ ചെയ്യാനും പരിചരിക്കാൻ വേണ്ടിയുള്ള യാത്രയായിരുന്നല്ലോ. ക്രിസ്മസിന് ഒരുക്കമായ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന ഈ പരസ്നേഹത്തിന്റെ ശുശ്രൂഷയുടെ അഭിഷേകം ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളിലും ഈ സമയം വെളിപ്പെടാൻ വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയമാണ്. തിരുവസ്തുനായ ഈശോയെ, ഈ സമയം ഞങ്ങളിലേക്ക് പ്രവേശിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ, ഞങ്ങളുടെ സമൂഹത്തിലെ ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യണമേ. ഞാൻ എന്ന് പറയുന്ന മകനെ, മകളെ പരിശുദ്ധാത്മാവേ, തിരുവസ്തുരൂപ പരസ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും സേവനത്തിൻ്റെയും ഒരു മകൻ, മകളായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. മറ്റു വ്യക്തികളെ പരിചരിക്കാനും ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ട വിധത്തിൽ സഹായം ചെയ്തു കൊടുക്കാനുള്ള തടസ്സ ബന്ധനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ഈമേൽ അനേകം മക്കളെ കർത്താവ് ഈ സമയം വിടുതൽ നൽകി അനുഗ്രഹിക്കുന്ന സമയമാണ്. വാർദ്ധക്യമെന്ന് രോഗിയായി കഴിയുന്ന വ്യക്തികൾ, കുടുംബങ്ങളുള്ളവര്, അവരെ വേണ്ട വിധത്തിൽ പരിചരിക്കാനും ശുശ്രൂഷിക്കാനും സാധിക്കാതെ വേദനിച്ച് കഴിയുന്നവര്, അവരെ വേണ്ട വിധം പരിചരിക്കാനും ശുശ്രൂഷിക്കാനും സാധിക്കാതെ വേദനത്തിൽ കഴിയുന്ന എല്ലാ വ്യക്തികളിലേക്കും ഈശോയെ ഈ സമയം കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. ശുശ്രൂഷയുടെ അഭിഷേകം, പരസ്നേഹത്തിൻ്റെ അഭിഷേകം നമ്മൾ വെളിപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച് ഈ സമയം ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ 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 എന്ന് സ്തുതിക്കാം. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്ന ദൈവമക്കൾ ഈ സമയം മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോയെ കൃപയാ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം
തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് മരിയ ജോസ്. ഞാൻ പാലായിൽ നിന്നും വരുന്നു. എൻ്റെ ഭർത്താവിന് ഒരു റബ്ബർ ഫാക്ടറിയിലായിരുന്നു ജോലി. ഞങ്ങൾ 19 വർഷമായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വേറെ വരുമാനം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ ഫാക്ടറി പൂട്ടിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ആരുടെ പിന്നെ ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ മോളെ നേഴ്സിന് കൊണ്ട് വിട്ട സമയമായിരുന്നു. നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള ഒരു സഹോദരിയാണ് എന്നോട് പറഞ്ഞത് നമുക്കത് ഏഴുമുട്ടത്ത് വന്ന് ശനിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ. അങ്ങനെ ഏഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ശനിയാഴ്ച കൺവെൻഷനിൽ ഏകദിന കൺവെൻഷനിൽ ഞങ്ങൾ പങ്കെടുത്തു. അങ്ങനെ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നിൽ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞ 41 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ പോയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്ന സമയത്ത്. അപ്പോൾ അച്ഛൻ തിരിച്ചു വന്ന് എൻ്റെ തലയിലൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ടും പോയി കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി വിശ്വാസത്തോടെ 41 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. 41-ാം ദിവസം പാലായിലെ പ്രമുഖമായിട്ടുള്ളൊരു ബേക്കറി തന്നെ നല്ല ജോലി എൻ്റെ ഭർത്താവിന് കൊടുത്തു. 2 വർഷം ആ ജോലി അവിടെ ഒരു കുഴപ്പം കൂടെ ചെയ്തു. ഇപ്പം പൂട്ടിപ്പോയ ഫാക്ടറി തുറന്നു. 2 മാസമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. ഞങ്ങളെ സഹായിച്ച താബോർ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അത് ജോർജ് ചേച്ചിന് ഒരുപാട് നന്ദി. ഈ ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം